സിനിമാ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ലാഭവിഹിത തർക്കത്തിൽ തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ കൊച്ചിയിൽ നടന്ന നീണ്ട ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു. അതേസമയം നികുതി വെട്ടിച്ചു എന്ന ചലച്ചിത്ര ക്ഷേമനിധി ചെയർമാൻ പി ശ്രീകുമാറിന്റെ ആരോപണത്തിനെതിരെ ലിബർട്ടി ബഷീർ വക്കീൽ നോട്ടീസ് അയച്ചു. ലാഭവിഹിതം 50% വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടിൽ തിയേറ്റർ ഉടമകളും നിലവിലെ പോലെ 40% നൽകാനാവൂവെന്ന് നിർമ്മാതാക്കളും നിലപാട് ഘടിപ്പിച്ചതോടെയാണ് ചർച്ച വീണ്ടും പരാജയപ്പെട്ടത്. നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും രഹസ്യമായി നടത്തിയ ചർച്ച ഫലം കാണാതെ പിരിഞ്ഞതിന് പിറകെയായിരുന്നു ഫിലിം ചേംബർ വിളിച്ചു ചേർത്ത യോഗം. എന്നാൽ ഈ യോഗത്തിൽ നിന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും വിട്ടുനിന്നു. ഇവരെ കൂടി പങ്കെടുപ്പിച്ചുള്ള യോഗം ഉടൻ ചേരുമെന്നും പ്രശ്നപരിഹാരത്തിനുള്ള നിരന്തര ശ്രമം തുടരുമെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് GP വിജയകുമാർ പറഞ്ഞു. എത്രയും വേഗം അവസാനിപ്പിച്ച് പഴയതുപോലെ വീണ്ടും സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് സ്ക്രീനിംഗ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ്. തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഡിസംബർ 16 മുതലാണ് നിർമ്മാതാക്കളും വിതരണക്കാരും അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. പുതിയ റിലീസില്ലാത്തതിനാൽ ഈ മാസം 10 മുതൽ തിയേറ്ററുകൾ അടച്ചിടാനാണ് എ ക്ലാസ് തിയേറ്ററുകളുടെ തീരുമാനം. ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസ് മുടങ്ങിയതിനെ തുടർന്നുണ്ടായ ഭീമൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിലും സംഘടനകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും സത്യം പുറത്തുവരുമെന്നും ടോം ജോസ് പ്രതികരിച്ചു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി രേഖകളുമായി ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു ടോം ജോസ് കൊച്ചിയിലെ വിജിലൻസ് സ്പെഷ്യൽ സെൽ ആസ്ഥാനത്തെത്തിയത്. 2010 മുതലുള്ള സമ്പാദ്യം സംബന്ധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ടോം ജോസിന്റെ ഓഫീസിൽ നിന്നും വീടുകളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് വിജിലൻസ് കടന്നത്. ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. 1,19 ലക്ഷം രൂപയുടെ അനധികൃത സമ്പാദ്യം ടോം ജോസിനുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ 50 ഏക്കർ തോട്ടം, കൊച്ചിയിലെ ഫ്ളാറ്റ് തുടങ്ങിയവ ടോം ജോസ് സമ്പാദിച്ചതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തനിക്ക് അനധികൃത സമ്പാദ്യമില്ലെന്നും നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നുമായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ടോം ജോസിന്റെ പ്രതികരണം. ഞാനിവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ്. അബ്സല്യൂട്ട്ലി നോട്ട് എ പ്രോബ്ലം. ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടോ? നിശ്ചയമായിട്ടും. പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് നിയമപരമായിട്ടുള്ള സംഗതികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിനകത്തെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒരു ആശങ്കവും പറഞ്ഞിട്ടില്ല. പിന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും. ടോം ജോസിനെ വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്തേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. നടപടി രാജ്യത്ത് താൽക്കാലിക സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കി. പാവപ്പെട്ടവർ ദുരിതത്തിലാണെന്നും പ്രണബ് മുഖർജി വ്യക്തമാക്കി. രാഷ്ട്രപതി ഭവനിൽ നടന്ന ഗവർണർമാരുടെയും ലഫ്റ്റനന്റ് ഗവർണർമാരുടെയും യോഗത്തിലാണ് പ്രണബ് മുഖർജി നോട്ടുമാറ്റത്തിൽ വിമർശനമുന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിച്ചു. താൽക്കാലികമായെങ്കിലും സാമ്പത്തിക മാന്ദ്യത്തിലാണ് രാജ്യം. പാവപ്പെട്ടവർ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അവരുടെ ഉന്നമനത്തിന് അടിയന്തരമായി കേന്ദ്ര സർക്കാർ ശ്രദ്ധ നൽകണം. ദുരിതം തീരാൻ അവർ വളരെക്കാലം കാത്തിരിക്കുമെന്ന് കരുതരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതാദ്യമായാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി നോട്ടുമാറ്റ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അതേസമയം കള്ളപ്പണം പിടികൂടാൻ കഴിഞ്ഞെന്നും അഴിമതി നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദം രാഷ്ട്രപതി പ്രസംഗത്തിൽ അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ ദീർഘദൂര മിസൈൽ പരീക്ഷണം തുടർന്നാൽ പാകിസ്ഥാനെ സഹായിക്കുമെന്ന് ചൈന. ചൈനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ചൈനീസ് മാധ്യമത്തിന്റെ പ്രകോപനം. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ചൈനീസ് മാധ്യമത്തിന്റെ പ്രകോപനം. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന് ഇക്കാര്യത്തിൽ എതിർപ്പില്ലെങ്കിൽ ഇന്ത്യക്ക് ഇത് തുടരാം. എന്നാൽ പാകിസ്ഥാന്റെ ആണവ വാഹന മിസൈലുകളുടെ ദൂരപരിധിയും വർദ്ധിക്കുമെന്ന് ഗ്ലോബൽ ടൈംസിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ ആണവ രാജ്യമായി അംഗീകരിക്കുകയും ഇന്ത്യ പാക് ആണവ മത്സരത്തെ ഉദാസീനതയോടെ കാണുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ആണവ വിഷയത്തിൽ ഇന്ത്യക്കുള്ള അതേ അവകാശം പാകിസ്ഥാനുമുണ്ടെന്ന് ഗ്ലോബൽ ടൈംസ് വ്യക്തമാക്കി.
ചൈനയുടെ വടക്കൻ മേഖലയുൾപ്പെടെ പൂർണ്ണമായും പരിധിയിൽ വരുന്ന അഗ്നി 5 മിസൈൽ വിജയകരമായി പരീക്ഷിച്ച പശ്ചാത്തലത്തിൽ അത് പറയാതെ തന്ത്രപരമായുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ചൈന സ്വീകരിച്ചിരിക്കുന്നത്. 5000-ലേറെ കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 5-ന് ചൈനയുടെ വടക്കൻ മേഖലയെ പോലും ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. 1.5 ടൺ ആണവ പോർമുന വഹിക്കാനുള്ള ശേഷിയും അഗ്നി 5-നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. മനുഷ്യ ശരീരത്തിൽ ഇതുവരെ കണ്ടെത്താതിരുന്ന ഒരു അവയവം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അയർലൻഡിലെ ലിമറിക് സർവകലാശാല ആശുപത്രിയിലെ ഡോക്ടർ ജെ കാൽവിൻ കൊഫയാണ് ഇക്കാലം അത്രയും ശാസ്ത്രത്തിന് പിടികൊടുക്കാതെ ഒളിച്ചിരുന്ന അവയവം കണ്ടെത്തിയത്. മെസൻഡർ എന്നാണ് പുതിയ അവയവത്തിന് പേര് നൽകിയിരിക്കുന്നത്. അയർലൻഡിലെ ലിമറിക് സർവകലാശാല ആശുപത്രിയിലെ ഡോക്ടർ കെ കാൽവിൻ കാഫിയാണ് ഇക്കാലം അത്രയും ശാസ്ത്രത്തിന് പിടികൊടുക്കാതെ ഒളിച്ചിരുന്ന ആ അവയവം കണ്ടെത്തിയത്. മെസൻഡറി എന്നാണ് പുതിയ അവയവത്തിന് പേര് നൽകിയിരിക്കുന്നത്. ശരീരത്തിൽ ദഹന വ്യവസ്ഥയുടെ ഭാഗമായാണ് പുതിയ അവയവത്തിന്റെ സ്ഥാനം. ഇതിന്റെ ഘടനയും രൂപത്തെയും കുറിച്ച് ശാസ്ത്രലോകത്തിന് വ്യക്തമായ ധാരണ ലഭിച്ചു. ഇനി ശരീരത്തിൽ ഇതിന്റെ ധർമ്മം എന്താണെന്നാണ് അറിയേണ്ടത്. അതേക്കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയാൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളും വ്യക്തമാകും. അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗചികിത്സയിൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുക. ഇരട്ട കവചമുള്ള ഈ അവയവം ആമാശയ ക്യാവിറ്റിയോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ആമാശയ ഭിത്തിയോട് കുടൽ ചേരുന്നത് ഈ അവയവത്തിന്റെ സ്ഥാനത്ത് നിന്നാണ്. 2012 തന്നെ കോഫിക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തിയാണ് പോസിറ്റീവ് ഫലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മെസൻഡറിയെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പ്രതീക്ഷിക്കാം. ദി ലാൻസെറ്റ് എന്ന മെഡിക്കൽ ജേണലിലാണ് ഈ ഗവേഷണം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പറമ്പിലും തൊടിയിലും ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. വൈറ്റമിനുകളാൽ സമ്പുഷ്ടമായ മുരിങ്ങയില സ്ഥിരമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. ക്യാരറ്റിലുള്ളതിനേക്കാൾ 4 ഇരട്ടി വിറ്റാമിൻ എ മുരിങ്ങയിലയിലുണ്ട്. വിറ്റമിനുകളാൽ സമ്പന്നമായ മുരിങ്ങയില സ്ഥിരമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. വിറ്റാമിനുകൾ, നാരുകൾ, ഇരുമ്പ്, കോപ്പർ, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക് എന്നിവയാൽ സമ്പന്നമായ മുരിങ്ങയില സ്ഥിരമായി ശീലമാക്കിയാൽ BP നിയന്ത്രിച്ചു നിർത്താൻ കഴിയും. മാത്രമല്ല ഉത്കണ്ഠ കുറയ്ക്കാനും സാധിക്കും. പ്രമേഹ രോഗമുള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ മുരിങ്ങയില പതിവാക്കുന്നതിലൂടെ സാധിക്കും. അടിവയറ്റിലെ നീർക്കെട്ട്, സന്ധിവാതം എന്നിവയുടെ ചികിത്സയ്ക്കും മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മുരിങ്ങയില ഉപ്പുവെള്ളത്തിൽ തിളപ്പിച്ച ശേഷം ഈ ഇലയ്ക്ക് നെയ്യ് ചേർത്തു കഴിക്കുന്നത് അമ്മമാർക്ക് പാലിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഓറഞ്ചിലുള്ളതിനേക്കാൾ 7 ഇരട്ടി വിറ്റാമിൻ സിയും പാലിലുള്ളതിനേക്കാൾ 4 ഇരട്ടി കാൽസ്യവും മുരിങ്ങയിലയിലുണ്ട്. തൈരിലുള്ളതിനേക്കാൾ 2 ഇരട്ടി പ്രോട്ടീനും ഇതിലടങ്ങിയിരിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർ മുരിങ്ങയില ഉപയോഗിക്കുന്നത് മുലപ്പാൽ കൂടുതലായി ഉണ്ടാകാനും സഹായിക്കും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. വയനാട് പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളി ജൈവ കൃഷിയിൽ പുതുമാതൃക സൃഷ്ടിക്കുകയാണ്. ഈ ഇടവകയിലെ 500 കുടുംബങ്ങളുടെയും അടുക്കളത്തോട്ടങ്ങൾ പൂർണ്ണമായും ജൈവ കൃഷി രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതോടൊപ്പം പള്ളിക്ക് സമീപത്ത് തുടക്കമിട്ട പച്ചക്കറി കൃഷിയും മികച്ച വിളവാണ് നൽകുന്നത്. ജൈവകൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ളവർ. പള്ളിക്ക് സമീപം 1 ഏക്കറിൽ കാബേജും പയറും ചീരയുമെല്ലാം കൃഷി ചെയ്തായിരുന്നു തുടക്കം. ചാണകം മുഖ്യ വളമായി ഉപയോഗിക്കുന്നു. ചാക്കുകളിൽ മണ്ണു നിറച്ചാണ് കൃഷി. നെല്ലുൾപ്പെടെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് വിളവ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാനാണ് ഇപ്പോൾ ശ്രമം. ഏകദേശം 500ഓളം ഇടവക്കാരുള്ള പള്ളിയിൽ ഞങ്ങളൊരു ആലോചന വെക്കുകയും പുൽപ്പള്ളി കൃഷിഭവനിലുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരായ ഉഷാകുമാരിയും പ്രഭാകരൻ സാർ എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ക്ലാസ് എടുത്തു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന ചിന്തയിൽ വെറുതെ കടന്ന സ്ഥലം ഞങ്ങൾ ഉപയോഗിച്ചതാണ്. വളരെ നല്ല രീതിയിലുള്ള ഉൽപ്പാദനം അതിൽ കിട്ടുകയും ചെയ്തു. ചർച്ചിന് സമീപത്തുള്ള സെന്റ് ജോർജ് സ്കൂളിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ള വിളവിന് പിന്നിലുള്ളവർ.
ചെടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളവും പരിചരണവുമായി കുട്ടികളെത്തും. 500 കുടുംബങ്ങളും വിഷമുക്തമായ പച്ചക്കറികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കീടനാശിനിയുടെ അംശത്തെ പൂർണ്ണമായും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഈ ശ്രമത്തിന് പ്രദേശത്തെ കൃഷിഭവനും പുൽപ്പള്ളി പഞ്ചായത്തും നല്ല പിന്തുണ നൽകുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. നോട്ട് പ്രതിസന്ധി മറികടക്കാൻ കണ്ണൂരിൽ നിന്ന് പുതിയ മാതൃക. ജൈവികമായി ഉണ്ടാക്കിയ പച്ചക്കറികൾക്ക് പകരം സഹകരണ സ്റ്റോർ വഴി വിൽപ്പന ചെയ്യുന്ന സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബാർട്ടർ സമ്പ്രദായം ഇവിടെ വലിയ ആശ്വാസമാവുന്നുണ്ട്. നോട്ട് പ്രതിസന്ധിയിൽ നിന്നും സാധാരണക്കാരന് ആശ്വാസമാവുകയാണ് പയ്യന്നൂർ രാമന്തളി സർവീസ് സഹകരണ ബാങ്ക്. ഒപ്പം ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറാനുള്ള സാഹചര്യവും ഇവിടെ ഒരുങ്ങുകയാണ്. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുമായി കർഷകൻ സഹകരണ ബാങ്കിലെത്തുന്നു. പകരം ബാങ്ക് വില നൽകുകയോ അതല്ലെങ്കിൽ കർഷകന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കണക്കാക്കി സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നൽകുന്നു. പഴയ ബാർട്ടർ സമ്പ്രദായം നോട്ട് പ്രതിസന്ധിക്ക് ആശ്വാസകരമാക്കി മാറ്റുകയാണ് ബാങ്ക്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ബാങ്ക് ശേഖരിക്കുകയും അവർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പഴയ ബാർട്ടർ സിസ്റ്റം എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് നടപ്പിലാക്കി വരുന്നത്. വിഷരഹിത ഗുണമേന്മയുള്ള പച്ചക്കറി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഇതിന് ഉദ്ദേശമുണ്ട്. ബുധനാഴ്ചകളിൽ പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ, ചക്ക, മാങ്ങ, ചീര, ചേന, മുരിങ്ങ തുടങ്ങി വൈവിധ്യമാർന്ന കാർഷികോൽപ്പന്നങ്ങളുമായി ബാങ്കിലേക്ക് കർഷകൻ എത്തുകയാണ്. തിരിച്ചു പോകുമ്പോൾ ബാങ്ക് നൽകുന്ന തുണിസഞ്ചിയിൽ നിറയെ കർഷകന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളായിരിക്കും. എനിക്ക് കൊടുത്ത ചേനക്ക് പകരം എനിക്ക് ഇപ്പോഴും എൻ്റെ ഉൽപ്പന്നം ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ, തക്കാളി, ഉള്ളി പോലെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാനും കഴിയുന്നുണ്ട്. അത് വലിയ ഉപകാരമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. ജൈവ കാർഷികോൽപ്പന്നങ്ങൾ, നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരം, പ്ലാസ്റ്റിക് സഞ്ചിയുടെ നിരോധനം, അങ്ങനെ ഒരു നാടിന് തന്നെ വൈവിധ്യപൂർണമായ മാറ്റവും ആശ്വാസവുമാവുകയാണ് രാമന്തളി സഹകരണ ബാങ്ക്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോണുമായി അസ്യൂസ് എത്തുന്നു. പുതിയ സെൻഫോൺ 3 സൂം രാജ്യാന്തര ടെക് മേളയായ CES 2017 അവതരിപ്പിക്കുകയാണ് അസ്യൂസ്. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോണിന് 5.5 ഡിസ്പ്ലേയും 5000 mAh ബാറ്ററിയുമാണ് ഉള്ളത്. സ്മാർട്ട് ഫോൺ വിപണന രംഗത്ത് തങ്ങളുടേതായ വ്യക്തിത്വം അസൂസ് കൈവരിച്ചത് അവരുടെ സെൻഫോൺ സീരീസിന്റെ കടന്നുവരവോടെയായിരുന്നു. ഇപ്പോൾ ഇതേ ശ്രേണിയിലേക്ക് അവർ പുതിയ സെൻഫോൺ 3 സൂം രാജ്യാന്തര ടെക് മേളയായ CES 2017 അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ ഈ ഫോണിന് 5.5 ഡിസ്പ്ലേയും 5000 mAh ബാറ്ററിയുമാണ് ഉള്ളത്. സ്നാപ്ഡ്രാഗൺ 625 പ്രൊസസർ സെൻഫോൺ 3 സൂമിന് കരുത്തു പകരുന്നു. അസൂസ് ഇതാദ്യമായി 12 മെഗാ പിക്സലിന്റെ ഇരട്ട ക്യാമറകൾ അവതരിപ്പിക്കുന്നു എന്നത് മറ്റൊരു സവിശേഷത തന്നെയാണ്. 3 തരത്തിലുള്ള ഫോക്കസിംഗ് സംവിധാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫോണിൽ ഒരു വസ്തു ഫോക്കസ് ആകാൻ 3 സെക്കൻഡ് സമയമെടുക്കും. പരമാവധി 2 മടങ്ങ് സൂം ചെയ്യാം. സെൻഫോൺ 3 സൂം ഫോണിലെ സൂപ്പർ പിക്സൽ ക്യാമറ സംവിധാനത്തിലൂടെ താരതമ്യേന ഏത് വെളിച്ചം കുറഞ്ഞ സാഹചര്യത്തിലും ചിത്രമെടുക്കാൻ സാധിക്കും. 170 ഗ്രാം കനമുള്ള ഫോണിലൂടെ 6 മണിക്കൂർ തുടർച്ചയായി വീഡിയോ ചിത്രീകരിക്കുവാൻ സാധിക്കും. മറ്റു ഫോണുകൾ ചാർജ് ചെയ്യാൻ പവർ ബാങ്കായും സെൻഫോൺ 3 സൂമിനെ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്. തേക്കടി തടാകത്തിലെ ബോട്ട് ചാലിന്റെ ആഴം പരിശോധിക്കുന്ന ജോലികൾ വനം വകുപ്പ് ആരംഭിച്ചു. മഴക്കുറവ് മൂലം തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിൽ ടൂറിസം മേഖലയിൽ നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ ദൂരീകരിക്കുന്നതിനാണ് വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കി പ്രാഥമികമായ നടപടികൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. മഴക്കുറവ് മൂലം തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിലാണ് ബോട്ട് ചാലിന്റെ ആഴം പരിശോധിക്കാനുള്ള പദ്ധതി വനം വകുപ്പ് തയ്യാറാക്കിയത്. ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ ഇവിടെ ബോട്ട് യാത്ര നിലവിൽ ദുഷ്കരമാണ്. മരക്കുറ്റികൾ നിറഞ്ഞ തടാകത്തിന്റെ അടിത്തട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടെത്തുകയാണ് പ്രാഥമിക പരിശോധനയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. DGPS സോഫ്റ്റ്വെയർ, എക്കോ സൗണ്ടർ 3 കൂടെ ഇന്റർഫേസ് ചെയ്ത് സോഫ്റ്റ്വെയറിൽ ചെയ്യണം. പൊസിഷനും ഡെപ്തും ചാർട്ടാണ് ഔട്ട്പുട്ട്. അതിനുശേഷം ഇവർക്കുള്ള ആവശ്യമുള്ള ഒബ്സ്റ്റാക്കിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ്. അത് ഫർദർ ആയിട്ടേ ചെയ്യുള്ളൂ. ഇത് പ്രിലിമിനറി സർവേ ആണ്. ജലനിരപ്പ് താഴ്ന്നതോടെ തേക്കടി തടാകത്തിൽ സർവീസ് നടത്തുന്ന KTDCയുടെയും വനം വകുപ്പിന്റെയും ബോട്ടുകളിലെ സിറ്റിംഗ് കപ്പാസിറ്റി വെട്ടിക്കുറച്ചിരുന്നു. ഇത് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധമുയരാൻ കാരണമായി. തേക്കടിയുടെ ടൂറിസം സാധ്യതകൾ തകർക്കാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമാണെന്നാണ് ടൂറിസം രംഗത്തു നിന്നും ഉയർന്ന പ്രധാന ആരോപണം. ഇതിനെ തുടർന്നാണ്
തുറമുഖ വകുപ്പിനെ കൊണ്ട് ബോട്ടുചാലിന്റെ ആഴമളപ്പിക്കാൻ വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. നിലവിൽ ബോട്ടുചാലിൽ എത്ര അടി വെള്ളമുണ്ട്, ജലനിരപ്പ് ഇനിയും താഴുകയാണെങ്കിൽ ബോട്ട് ഓടിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടോ തുടങ്ങി കാര്യങ്ങൾ കണ്ടെത്തുകയാണ് പരിശോധനയിലൂടെ വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ അത്ഭുതമായി മാറുകയാണ് അമീർ ചിത്രം ദംഗൽ. റിലീസ് ചെയ്ത 2 ആഴ്ചയ്ക്കുള്ളിൽ 300 കോടി കളക്ഷനാണ് സിനിമ നേടിയത്. ഓക്കെ കൺമണി എന്ന മണിരത്നം സിനിമയിലൂടെ തമിഴ് പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ദുൽഖർ സൽമാൻ വീണ്ടും ഹോളിവുഡിലേക്ക് എന്ന റിപ്പോർട്ട്. നവാഗതനായ കാർത്തിക്കിന്റെ ചിത്രത്തിലൂടെയാണ് ദുൽഖർ വീണ്ടും തമിഴിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നത് എന്നും സൂചനയുണ്ട്. സന്തോഷ് ട്രോഫി മേഖലാ യോഗ്യതാ മത്സരത്തിൽ കേരളത്തിന് ജയം. പുതുച്ചേരി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് കേരളം തകർത്തു. കേരളത്തിനായി ക്യാപ്റ്റൻ ഉസ്മാൻ 2 ഗോളുകൾ നേടി. മറ്റു മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ആന്ധ്രാപ്രദേശ് കർണാടകയെയും പരാജയപ്പെടുത്തി.